കൊറോണ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ബൂം ചെയ്തു. ആ സമയം മുതൽ നമ്മളെല്ലാവരും മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചും കേട്ടിട്ടുണ്ടാവും. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അതിന്റെ ഒരു അത്യാവശ്യത്തിനെ പറ്റിയും അല്ലെങ്കിൽ ആവശ്യകതയെ കുറിച്ചും അതിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള മെച്ചങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ സജസ്റ്റ് ചെയ്ത് കേട്ടിട്ട് നമ്മളെല്ലാവരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് രണ്ട് രീതിയിൽ ചെയ്യാം, രണ്ട് രീതിയിൽ പല രീതിയിലും ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, എസ് ഐ പി ആയിട്ട് മാസം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മാസം മന്ത്ലി എസ് ഐ പി ആയിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതുപോലെ കറക്റ്റ് ആവുന്ന സമയത്ത് ലംസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെറുതെ ഇരിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്ന എസ് ഐ പി അല്ല, നമ്മൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടൊക്കെ നമ്മൾ ഒരിക്കലും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ കാണരുത്. നമ്മൾ എപ്പോഴും ഒരു ലോങ് ടേമിലേക്ക് കണക്കാക്കി മാത്രമേ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് ഇറങ്ങാൻ പാടുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ നോക്കുന്ന സമയത്ത് എന്തായിരിക്കണം, നമ്മളെ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് ഒരു 20 ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും റിസ്ക് ഒരു 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എടുക്കാൻ കഴിയില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഏത് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അതായത് റിസ്ക് കൂടിയ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡ് കൂടും. അതുപോലെ തന്നെ റിസ്ക് കുറഞ്ഞ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിവാർഡ് കുറയും. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് അതിൽ ഏത് വേണം എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കണം. അതിന് വേറെ ക്രൈറ്റീരിയയാണ്. പക്ഷെ നമ്മളിപ്പോൾ നോക്കുന്നത് ഈ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ സേഫ് ആണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിലെങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്താന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു സ്ട്രാറ്റജി, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ അത്യാവശ്യം ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയുന്ന ആളുകൾക്കുള്ള ചെറിയൊരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ നമ്മൾ ലംസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലംസായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പറയാൻ ഓൾമോസ്റ്റ് ഒരു 7.48 7.5%ലാണ് നമ്മൾ പ്രോഫിറ്റിൽ നിൽക്കുന്നത്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി വെച്ചിട്ട് രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇതിന് ശേഷം നടത്തി. അതായത് ഈ മാർക്കറ്റ് വീഴാൻ തുടങ്ങിയ ശേഷം രണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അത് കാരണമാണ് ഇത് കുറച്ച് കുറഞ്ഞത്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10%-ന് മുകളിലുണ്ടാവും. അതേ സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന യു ടിയിലല്ല, വേറെ ഫണ്ടിലാണ്. പക്ഷേ ഇത് നല്ല ഗ്രോത്ത് കാണിക്കുന്ന ഒരു ഫണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്തെന്നുള്ളൂ. അല്ലാതെ ഇതൊരു സജഷൻ ഒന്നുമല്ല. ആരും ഇത് കണ്ട് യു ടിയിൽ കൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളേതായുള്ള രീതിയിൽ സെലക്ട് ചെയ്യണം. ഇതിൽ നമ്മൾ നോക്കുന്നത് ജസ്റ്റ് ഇതിന്റെ ഒരു ഗ്രോത്ത് റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു 1 ഇയർ നോക്കുന്ന സമയത്ത് ഇതിന്റെ ഗ്രോത്ത് റേറ്റ് വരുന്നത് 6.07 ആണ്. 2 ഇയേഴ്സിലേക്ക് പോകുന്ന സമയത്ത് 14.2% കാണിക്കുന്നുണ്ട്. 3 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 12% ഓൾമോസ്റ്റ് വരുന്നുണ്ട്. 4 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 12%. 5 ഇയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 14.65% കാണിക്കുന്നുണ്ട്. അതായത് ഈ 5 വർഷത്തെ ഈ ഏറ്റവും ഹൈ ആയി നിൽക്കുന്നതോ അല്ലെങ്കിൽ ഈ 1 ഇയറിലെ 6% ഒന്നല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ ഇതിന്റെ ഒരു ആവറേജ് ആയിട്ട് ഒരു 12%ന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ പ്രതീക്ഷിക്കാം. ഇതുവരെയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ അനുസരിച്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഒരു എഫ് ഡി ഇടുന്നതിനെക്കാളും കൂടുതൽ എന്തായാലും നമുക്ക് ഇന്ന് റിട്ടേൺ പ്രതീക്ഷിക്കാം. ഓൾമോസ്റ്റ് ഡബിൾ റിട്ടേൺ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ഇത് ഏറ്റവും റിസ്ക് കുറഞ്ഞൊരു സംഭവമാണ്. ഏറ്റവും റിസ്ക് കുറവെന്ന് ഞാൻ പറയുന്നില്ല, താരതമ്യേന റിസ്ക് കുറഞ്ഞ സംഭവമാണ്. ഏറ്റവും റിസ്ക് കുറഞ്ഞ ഇതിലും റിസ്ക് കുറഞ്ഞ സംഭവങ്ങളുണ്ട്. അതിനനുസരിച്ച് ഇതിന് റിട്ടേൺ കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ നമുക്കൊരു 12% എങ്കിലും റിട്ടേൺ ഇല്ലാതെ നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. ഒരിക്കലും ഇതൊരു സജഷൻ അല്ല. അത് നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. ഇത് ഞാൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളിത് ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ നമ്മൾ രജിസ്റ്റേർഡ് ആളുകളൊന്നുമല്ല. അപ്പോൾ ഫിനാൻഷ്യൽ എക്സ്പെർട്ടോ കാര്യങ്ങളൊന്നും നമ്മൾ ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ RSI ആണ്. RSI ലെങ്ത് എന്ത് ചെയ്യണം, നമ്മൾ രണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യണം. ഇത് 14 ആണ് നോർമലി വരുന്നത്. ഡീഫോൾട്ട് ആയിട്ട് 14 വരും. അത് നമ്മൾ 2 ആക്കുക. പിന്നെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ലോവർ ബാൻഡ് അല്ലെങ്കിൽ ഓവർ സോൾഡ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ 10 ആക്കിയിട്ട് സെറ്റ് ചെയ്ത് 30 ആണ് വരെ ഡീഫോൾട്ട് ആയിട്ട്, അത് 10 ആക്കുക. അത്രേ നമുക്ക് ഇതിൽ ആവശ്യമുള്ളൂ. എന്നിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ RSI ഈ 10 എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ബാൻഡിന്റെ താഴേക്ക് ഈ RSI എപ്പോൾ എത്തുന്നോ ആ സമയത്ത് നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. നമ്മൾ സംബന്ധിച്ചിടത്തോളം മന്ത്ലി അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസ് കിട്ടുന്നത് എപ്പോഴാണോ അവിടെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലേക്ക് മാർക്കറ്റ് കയറി പോകുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് മന്ത്ലി SIP ഒരു 1000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, അത് മാറ്റി വെക്കുക. ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വർഷത്തെ 1000 രൂപ വെച്ചിട്ടാണ് 12,000 രൂപ നമ്മുടെ കയ്യിലുണ്ടാവും. ആ 12,000 രൂപ ഒരു 4 ഭാഗമോ 5 ഭാഗമോ ആക്കിയിട്ട് മാറ്റിയിട്ട് അതിലൊരു പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇതുപോലെ വരുന്നൊരു സമയത്ത് 4 ഭാഗമാക്കിയിട്ട് ഇതാക്കിയത്. അതിൽ 25% നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ടിൽ 25% ഫസ്റ്റ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. മാർക്കറ്റ് ഒന്ന് തിരിച്ചു കയറി വീണ്ടും കറക്റ്റ് ചെയ്ത് വീണ്ടും 10ന്റെ താഴെ വന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത 25% ഇൻവെസ്റ്റ് ചെയ്യുക. മാർക്കറ്റ് അതിനുശേഷം മുകളിലേക്ക് പോയി വീണ്ടും കറക്റ്റ് ചെയ്ത് താഴെ വന്നിട്ടുണ്ട്. താഴെ വന്നിട്ട് പക്ഷേ നമ്മൾ ഈ റേഞ്ചിന്, നമ്മൾ ഈ 10 എന്ന് പറയുന്ന ഈ ലെവലിന്റെ താഴേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടില്ല. അത് കാരണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയില്ല. ഇനി അഥവാ താഴേക്ക് ഇറങ്ങിയിട്ട് ഈ റേഞ്ചിന് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്താം. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള 50% ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം,
അടുത്ത ഇൻവെസ്റ്റ്മെന്റ് കൂടെ നടത്താം. ഇനി അതല്ല കറക്റ്റ് ചെയ്ത് താഴെ വരാതെ മുകളിൽ കയറി പോകണ പോയിക്കോട്ടെ. അത് നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ 2 ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിൻ്റെതും കൂടെ പ്രോഫിറ്റ് നമുക്ക് ബെനിഫിറ്റ് നമുക്ക് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഷോർട്ട് ടേം ബിസിനസ് അല്ല, ലോങ് ടൈം ആയിട്ട് കാണാം. വില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് വാങ്ങി കൂടിയ വിലയ്ക്ക് വിൽക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയല്ലേ, വില കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു 10-20 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വർഷത്തേക്ക് വിൽക്കണ്ട. അത് ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് ഇരിക്കാൻ മാത്രമായിട്ട് പ്ലാൻ ചെയ്യുക. കാരണം നമ്മളെ ഇന്ത്യനെ കുറിച്ചിട്ടല്ല, ഇന്ത്യന്റെ സമ്പദ് വ്യവസ്ഥ മുകളിലേക്ക് പോകുന്ന നമുക്കൊരു പ്രതീക്ഷ അല്ലെങ്കിൽ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനില്ല. കാരണം ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനികളാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കമ്പനിയിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരിക. ആ ഇതിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള കമ്പനി 50 കമ്പനിയിൽ തന്നെ വീക്ക് ആയിട്ടുള്ള കമ്പനിയിലാണ് ഏറ്റവും കുറവ് ഇൻവെസ്റ്റ്മെന്റ് വരിക. അപ്പോൾ ആ രീതിയിലൊക്കെ അതൊക്കെ ഫണ്ട് മാനേജേഴ്സ് നോക്കിക്കോളും, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിസ്ക് കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കുക സേഫ് ആയിട്ട്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക സേഫ് ആയിട്ട് ഇരിക്കുക. അതിന്റെ ഇടയിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ 25% വെച്ചിട്ട് ചിലപ്പോൾ 4 തവണ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം ചിലപ്പോൾ മാർക്കറ്റ് വീണ്ടും താഴേക്ക് കറക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് ചെയ്തോട്ടെ, കുഴപ്പമില്ല. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുള്ള ഒരു കാൽക്കുലേഷൻ എന്തായാലും നമുക്കുണ്ട്. കാരണം ഇന്ത്യന്റെ സമ്പദ് വ്യവസ്ഥ എന്തായാലും മുകളിലേക്ക് പോകും. കാരണം ഇന്നത്തെ ഒരു ഗ്രോത്ത് റേറ്റ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയായാലും മുകളിലേക്ക് കയറി പോകും. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ കറക്റ്റ് ചെയ്തു വീണ്ടും 2 മാസം കഴിഞ്ഞ് വീണ്ടും കറക്ഷൻ വന്ന് താഴേക്കാണ് വരുന്നത്. ആ 2 മാസത്തെ എമൗണ്ട് എത്രയാണ് വരുന്നത് ആ എമൗണ്ട് നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ എന്നിട്ട് അത് ഹോൾഡ് ചെയ്യുക. അത്രേ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്, സ്ട്രാറ്റജിയാണ്. പക്ഷേ നമുക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വന്നത് ഇവിടെയാണ്. ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മുന്നേ കണ്ടില്ലേ, നമുക്ക് ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നു, ഇൻവെസ്റ്റ് ചെയ്തു, മാർക്കറ്റ് മുകളിലേക്ക് പോയി, പ്രോഫിറ്റ് കാണിച്ചു, അതിന് ശേഷം വീണ്ടും കറക്റ്റ് ചെയ്ത് താഴെ വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്ത NAV കൂടുതലായിരിക്കും ഇവിടെ കിട്ടിയത്, സോറി, കുറവായിരിക്കും നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ ആവറേജ് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. മുകളിലേക്ക് കയറി തുടങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു മൂവ്മെന്റ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങും. അതിനുശേഷം മുകളിലേക്ക് പോയി ഇവിടെയും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ആ ഇലക്ഷന്റെ സമയത്ത് വന്ന ഒരു സ്പൈക്ക്, താഴേക്ക് വന്നൊരു സംഭവമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അറിയാം ഏകദേശം മാർക്കറ്റ് BJP വീണ്ടും അധികാരത്തിൽ വന്നു കണ്ടപ്പോൾ എന്തായാലും മാർക്കറ്റ് തിരിച്ചു കയറുന്ന ഉറപ്പാണ്. അത് കാരണം നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അത് പക്ഷേ ഈ സ്ട്രാറ്റജി പ്രകാരമല്ല, അത് നമ്മളൊരു ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് കാലമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഓൾമോസ്റ്റ് 7.5% പ്രോഫിറ്റിലാണ് ഇരിക്കുന്നത്, ഇത്രയും കറക്റ്റ് ചെയ്തിട്ട്. ഏറ്റവും നല്ല ഫണ്ട് 6% പ്രോഫിറ്റ് കാണിക്കുന്ന സമയത്ത് നമ്മളിവിടെ 2 തവണ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും 7% നമ്മൾ പ്രോഫിറ്റിലാണ് ഇരിക്കുന്നത്. അതായത് മാർക്കറ്റ് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് താഴേക്ക് തന്നെയാണ് മാർക്കറ്റ് വരുന്നത്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നത് ഇവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വന്നത്. രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റ് വന്നത് ഇവിടെയാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്നും താഴ്ന്നിട്ട് ഇവിടെയാണുള്ളത്. ഇനി ചെറിയ രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് കയറി തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രോഫിറ്റ് കൂടുതൽ വേഗത്തിൽ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ വളരെ ചെറിയൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാം. ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാം. ഇതൊരിക്കലും ഒരു എന്താ പറയുക, ഒരു സജഷനോ ഒരു മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള ഒരു സജഷനോ അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അഡ്വൈസ് ഒന്നുമല്ല. നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. ഇതൊരു സ്ട്രാറ്റജി മാത്രമാണ്. സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുത്ത് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതല്ലെങ്കിൽ വിട്ടുകളയുക.